ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. കാരണം പണിഞ്ഞിട്ടും പണി തരാത്ത വണ്ടി എന്നുള്ളൊരു ഒരു ഗ്യാതി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത്ര പ്രിഫറബിൾ അല്ല. കാരണം പിന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ലാസ്റ്റ് പറയാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 1,00,000 രൂപ താഴെ, അതായത് 1,00,000 രൂപ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ, സാധാരണക്കാരൻ എടുക്കാൻ പറ്റിയ കുറച്ച് കാറുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിനൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്, നമ്മളൊരു സാധാരണക്കാരൻ എപ്പോഴും ഒരു ആദ്യത്തെ വണ്ടി എന്നുള്ളതൊക്കെയായിരിക്കും ഒരു കാർ അന്വേഷിക്കുക. ചിലപ്പോൾ വീട്ടിൽ ഉള്ള ഒരു 2 വീലർ വിറ്റിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കാറായിട്ട് എടുക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ട്, അല്ലെങ്കിൽ കുടുംബശ്രീയിൽ നിന്ന് ലോൺ അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു സാധാരണക്കാരൻ എപ്പോഴും ഒരു വണ്ടി മേടിക്കുക. അപ്പം ആ സമയത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റിയാണ്. അതായത് മൈലേജ് നോക്കണം, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി നോക്കണം, സർവീസ് അവൈലബിലിറ്റി നോക്കണം, പിന്നെ എന്താ പറയുക, റീസെയിൽ വാല്യൂ നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം സാധാരണക്കാരനൊരു വണ്ടി എടുക്കാൻ. അപ്പം അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു വണ്ടികളുടെ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വേഗം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മാരുതി 800 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ലെജൻഡറി വണ്ടിയാണ്. നമ്മൾ എന്താ പറയുക, ഒരു മോഡേൺ വണ്ടി എന്താണെന്ന് പഠിപ്പിച്ചൊരു വണ്ടിയാണ് മാരുതി 800. അപ്പോൾ അതിനകത്ത് കാർബറേറ്റർ അല്ല ഞാൻ പറയുന്നത്, MPFI വണ്ടിയാണ്, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. 4 സ്പീഡ് അല്ല, 5 സ്പീഡാണ്. 5 സ്പീഡ് MPFI വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാർബറേറ്റർ ഒഴിവാക്കുക, കാരണം കാർബറേറ്ററൊക്കെ രാവിലെ എടുത്ത് കഴിയുമ്പോഴുള്ള മിസ്സിങ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാർബറേറ്റർ ഒഴിവാക്കുക, MPFI വണ്ടികൾ എടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതാണ് ആദ്യത്തെ വണ്ടി. നമുക്കൊന്ന് ഓടിച്ച് കൈ തെളിഞ്ഞ് ഒക്കെ ഒന്ന് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ഫാമിലി യൂസിനും പറ്റും. എന്നിട്ട് കൊടുത്ത് ഒഴിവാക്കിയിട്ട് അടുത്ത വണ്ടി എടുക്കുകയും ചെയ്യാം. എപ്പോൾ കൊടുത്താലും വില കിട്ടുന്നൊരു വണ്ടിയാണ് മാരുതി 800. അപ്പോൾ അതാണ് ആദ്യത്തെ വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 800-നെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, കാണാൻ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ പവറൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. സെന്നാണ്, വേറൊന്നുമല്ല. സെൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കുക, MPFI വണ്ടികൾ എടുക്കുക, ഒരു ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്, അതെടുക്കുക. അപ്പോൾ അതാകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോഡിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഒരു 4 അലവയും പിന്നെ ലിപ്പും നമ്മുടെ സൈഡ് സ്കേർട്ടിംഗ് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ വണ്ടി വേറെ ലുക്കാവും. പലരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോഡിഫൈ ചെയ്യാൻ എടുക്കുന്ന വണ്ടി എന്ന് പറയുന്നത് സെന്നാണ്. അപ്പോൾ അത്രയ്ക്കും മോഡിഫൈ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊന്ന് അടിച്ചു പൊളിച്ച് കൊണ്ടുനടക്കുകയും ചെയ്യാം. ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, ഭയങ്കര സൈലൻ്റാണ്. എന്താ പറയുക, കുറച്ചുകൂടെ ഒരു പോക്കറ്റ് റോക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്കൊരു സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ മാരുതി തന്നെ മാരുതി എസ്റ്റീം ഉണ്ട്. എസ്റ്റീം എന്ന് പറയുമ്പോൾ ടൈപ്പ് 2 ആണ് ഉദ്ദേശിക്കുന്നത്, ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽ. അപ്പോൾ അത് MPFI കിട്ടും. 2000-ന് ശേഷമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു MPFI ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സർവീസ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാത്ത വണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരു സെഡാൻ വണ്ടി എന്നുള്ള നിലയ്ക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഈ പറഞ്ഞ കാർബറേറ്റർ എടുക്കാതിരിക്കുക. ഈ പറഞ്ഞ വണ്ടികളിലൊന്നും കാർബറേറ്റർ പോയി ചൂസ് ചെയ്യാതിരിക്കുക. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ പണിയാൻ കുറച്ചും കൂടെ മെക്കാനിക്കിന് കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും MPFI വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ വണ്ടികൾ മാക്സിമം ഒഴിവാക്കുക. ഈ പറഞ്ഞ പോലെ എസ്റ്റീം ടൈപ്പ് 2 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. പിന്നെ ഈ ലിസ്റ്റിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ ആണ്. ഓൾട്ടോ 800cc. ഓൾട്ടോ 800 അല്ല, അതായത് ഈ കാണുന്ന മോഡലല്ല, ഇതിന് മുമ്പത്തെ മോഡൽ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കണ്ണടച്ച് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ ആണ്. കാരണം ഈ പറഞ്ഞ പാർട്സ് എവിടെ പോയാലും കിട്ടും, സർവീസ് അവൈലബിലിറ്റി ഉണ്ട്. പറഞ്ഞ പോലെ സർവീസ് കുറച്ചുകൂടെ ചീപ്പാണ്. 800 വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, പക്ഷെ എന്നാലും ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ചീപ്പാണ്. ഒരു എഞ്ചിൻ റീബിൽഡ് ചെയ്താൽ പോലും, ഒരു എഞ്ചിൻ ഫുൾ ഇറക്കി പണിതാൽ പോലും ഒരു 20-25 രൂപ വരുള്ളൂ. ഞാൻ പറയുന്നത് അത് അത്ര ചെറിയ എമൗണ്ട് ആണെന്നല്ല, പക്ഷേ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് ആണ്. ഒരു എഞ്ചിൻ ഫുൾ ഇറക്കി പണിതെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് നാളെന്നല്ല, കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് ഓൾട്ടോ 800 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഓൾട്ടോ 1.1 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, അത് ഈ വാഗ്നറിൻ്റെ എഞ്ചിൻ വെച്ച് വന്നേക്കുന്നതാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പവർ ഉണ്ടാവും, പക്ഷേ മൈലേജ് ഒക്കെ കുറയും. പിന്നെ കുറച്ചുകൂടെ ഫീച്ചർ ഉണ്ടാവും. ബാക്കിൽ ഈ പറഞ്ഞ പോലെ വൈപ്പർ വരും, ഡിഫോഗർ വരും എന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓൾട്ടോ നോക്കാം. അതെല്ലാം മൈലേജ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ടോ 800cc നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഓൾട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വലിയ വണ്ടി വേണം, കുറച്ചും കൂടെ ലെഗ് സ്പേസും ഒക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വാഗ്നർ പോയി എടുക്കാം. 1,00,000 താഴെ കിട്ടും. എനിക്ക് തോന്നുന്നു 2007-8 വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിന് താഴെ മോഡലിലേക്ക് പോകുകയാണെങ്കിൽ അത്ര ഞാൻ പ്രിഫർ ചെയ്യില്ല, കാരണം അത്ര വെർത്തല്ല അത്. അപ്പോൾ ആ വണ്ടി നോക്കാം. 2007-8 വണ്ടിയൊക്കെ 1,00,000 താഴെ കിട്ടും. സുഖമായിട്ട് കൊണ്ടുനടക്കാം. ഈ പറഞ്ഞ മെയിൻ്റനൻസും സർവീസും പാർട്സൊക്കെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ മൈലേജ് കുറച്ച് കുറവായിരിക്കും. അത് 1200cc വണ്ടിയല്ലേ, അപ്പോൾ 1200cc വണ്ടിയുടെ ആ ഒരു പവറിൻ്റെ ഒരു മൈലേജ് കുറയും. അപ്പോൾ എന്നാലും സുഖമായിട്ട് കൊണ്ടുനടക്കാവുന്ന വണ്ടിയാണ്. എത്ര നാൾ വേണമെങ്കിലും കൊണ്ടുനടക്കാം. റീടെസ്റ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ് വാഗ്നർ എന്ന് പറയുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ മാരുതിയുടെ വണ്ടികളിൽ പിന്നെ ഉള്ളത് സെൻ എസ്ലോ കിട്ടും. സെൻ എസ്ലോ കിട്ടും, പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈലേജ് കുറവായിരിക്കും. പിന്നെ വാഗ്നാറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആണ്. നല്ല വണ്ടിയാണ്, വണ്ടി കുഴപ്പമൊന്നുമില്ല, എഞ്ചിനും ഗിയർ ബോക്സൊക്കെ പക്കയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് കൺജസ്റ്റഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വാഗ്നാർ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മാത്രമല്ല മൈലേജ് കുറച്ച് 2010 ശേഷമുള്ള വണ്ടിയിലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും. പക്ഷേ 2010 ശേഷമുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ ഈ 1,00,000 രൂപ നിൽക്കാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് വാഗ്നാർ ആയിരിക്കും ഓവർ ഈ പറഞ്ഞ സെന്നിസിലോ. പിന്നെ ഉണ്ട് എ സ്റ്റാർ എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ കിട്ടും. അത് എനിക്ക് തോന്നുന്നു അത്ര പ്രിഫറബിൾ അല്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിനൊക്കെ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ്. അത് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകാനൊക്കെ ഭയങ്കര പാടാണ്. എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഓടിച്ച് നടക്കാൻ കുറേ നാൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഈ കൊടുക്കാൻ നേരത്തായിരിക്കും പ്രശ്നം. നമ്മളൊരു വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി എടുത്തിട്ട് അത് കൊടുത്ത് അടുത്ത വണ്ടിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ റീസെയിൽ വാല്യൂ പ്രശ്നമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, എടുക്കാവുന്നതാണ്. മാരുതിയുടെ എല്ലാ വണ്ടികളും പോലെ തന്നെ നല്ല വണ്ടിയാണ് ഈ പറഞ്ഞ എ സ്റ്റാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാരുതിയിലെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇനി ഒഴിവാക്കേണ്ട വണ്ടി എന്ന് പറയുന്നത് ബലേനോ ഉണ്ട്. ബലേനോ ഈ പറഞ്ഞ പുതിയ ബലേനോ അല്ല, എന്തായാലും 1,00,000 കിട്ടില്ല. പഴയ ബലേനോ, സെഡാൻ ടൈപ്പ് ബലേനോ, അത് എടുക്കാതിരിക്കുക. കാരണം അതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ പോലെ എസ്റ്റീം എടുക്കുന്നതാണ്, ടൈപ്പ് 2 എസ്റ്റീം എടുക്കുന്നതിന് നല്ലത്. ബലേനോ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണമെങ്കിൽ പോയി എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ മൈലേജും ഒക്കെ പ്രശ്നമായിരിക്കും. പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഈ പറഞ്ഞ പോലെ എസ്റ്റീമിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബലേനോ ഒഴിവാക്കുന്നതിനായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒക്കെ ഓൺ ചെയ്യുന്ന ഒരാളാണ്, ഈ കടയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാരുതി ഓമ്നി എടുക്കാവുന്നതാണ്. എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നല്ല വണ്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ മാക്സിമം നോക്കിയും കണ്ടും എടുക്കുക. കാരണം തുരുമ്പൊക്കെ ഈസിലി പിടിക്കുന്ന വണ്ടിയാണ് ഈ മാരുതി ഓമ്നി. പിന്നെ എപ്പോഴും മെയിൻ്റെനൻസ് ആവശ്യമുള്ള, ഇപ്പോൾ ഒരു ടയറിൻ്റെ കാര്യത്തിൽ പോലും എപ്പോഴും വീൽ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 2000 കിലോമീറ്ററെങ്കിലും കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വീൽ അലൈൻമെൻ്റ് ഒക്കെ തെറ്റും. എപ്പോഴും ടയർ മാറേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര ലോലമായിട്ടൊക്കെ ഉപയോഗിക്കേണ്ട വണ്ടിയാണ് ഈ മാരുതി ഓമ്നി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നോക്കിയും കണ്ടുമൊക്കെ ഓമ്നി എടുക്കുക. അപ്പോൾ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എടുക്കാവുന്ന വണ്ടിയൊക്കെ തന്നെയാണ്. സർവീസ് പറഞ്ഞാൽ കിട്ടും, പ്രശ്നമൊന്നുമില്ല. മാരുതി ഓമ്നിയൊക്കെ എടുക്കാവുന്ന വണ്ടിയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാരുതിയുടെ വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഇനി നമുക്ക് ടാറ്റയുടെ വണ്ടികളെ പറ്റി പറയാം. ടാറ്റയുടെ വണ്ടികളായിട്ട് ഞാൻ ആകെ ഈ ലിസ്റ്റിൽ എടുത്ത് വെച്ചേക്കുന്നത് 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മാരുതി 800 സെന്നിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യാസ് ചീപ്പസ്റ്റ് കാർ എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത നമ്മുടെ ടാറ്റ നാനോ ആണ്. നാനോ എടുക്കുമ്പോൾ 2014 ശേഷമുള്ള വണ്ടികൾ എടുക്കുക. കാരണം 2014 അവർ പവർ സ്റ്റിയറിംഗ് ആ വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പ് പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ 2014 ശേഷമുള്ള വണ്ടികൾ, 2014-15 വണ്ടിയൊക്കെ 1,00,000 താഴെ കിട്ടും. അപ്പോൾ ആ വണ്ടികൾ മാക്സിമം ചൂസ് ചെയ്യുക. ഏറ്റവും പുതിയ മോഡലുകൾ മാക്സിമം ഞാൻ എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യാം. പിന്നെ നാനോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ടാറ്റയുടെ വണ്ടികളിൽ എടുക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയുന്നത് ടാറ്റ വിസ്റ്റയാണ്. വിസ്റ്റ ക്വാഡ്രാജെറ്റ്, അതായത് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഒക്കെ അതേ എഞ്ചിൻ വെച്ച് വന്നിട്ടുള്ള ക്വാഡ്രാജെറ്റ്. നല്ല വണ്ടിയാണ്. ഇപ്പോഴും എൻ്റെ പരിചയത്തിലുള്ള പലരും സുഖമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല യാത്രാസുഖമാണ്. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല യാത്രാസുഖമാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഓടുന്ന വണ്ടിയാണ് ഈ പറഞ്ഞ പോലെ വിസ്റ്റ ക്വാഡ്രാജെറ്റ്. ഇൻഡിഗോ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇൻഡിക്ക പ്രത്യേകിച്ച്, ഇൻഡിഗോ പിന്നെയും കുഴപ്പമില്ല, എടുക്കാം, പിന്നെയും നോക്കിയൊക്കെ എടുത്താൽ കുഴപ്പമില്ല. ഇൻഡിക്ക മാക്സിമം ഒഴിവാക്കുക. കാരണം പണിഞ്ഞിട്ടും പണി തരാത്ത വണ്ടി എന്നുള്ളൊരു ഗ്യാതി ഉണ്ട് ഇൻഡിക്കയ്ക്ക്. മാക്സിമം ഇൻഡിക്ക ഒഴിവാക്കുക. ഇൻഡിഗോ കുഴപ്പമില്ല, എന്നാലും ഞാൻ അങ്ങനെ പറയില്ല. അതിനും ഭേദം വിസ്റ്റ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. അപ്പോൾ ഇതാണ് ടാറ്റയുടെ 2 വണ്ടികൾ. പിന്നെ വരുന്നത് ഹ്യുണ്ടായിൽ ഞാൻ ആകെ ഒരു വണ്ടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്, സാൻഡ്രോ സിംഗ് ആണ് എടുക്കേണ്ട വണ്ടി, സിപ്പല്ല. സിപ്പ് എന്ന് പറഞ്ഞാൽ ഈ മോഡലാണ്, പഴയ മോഡൽ. ഇതൊരിക്കലും എടുക്കരുത്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. വേറെ ഒന്നുമില്ല, പാർട്സിൻ്റെ അവൈലബിലിറ്റി മാത്രമേ പ്രശ്നമുള്ളൂ, സർവീസിൻ്റെ പ്രശ്നങ്ങൾ, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സിംഗ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ സിപ്പ് എടുക്കണേ, സിംഗ് എടുക്കുക. സാൻഡ്രോ സിംഗ് ആണ് എടുക്കേണ്ട വണ്ടി. നല്ല വണ്ടിയാണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്, നല്ല യാത്രാസുഖം ഉണ്ട്. ഒരു വലിയ വണ്ടി ഓടിച്ചുണ്ടാക്കുന്ന ഒരു ഫീൽഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്, ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഈ ഹുണ്ടായുടെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഷ്പം പോലെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് ആണ്. കാരണം ഈ സാൻഡ്രോയുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് റാക്ക് കംപ്ലൈൻറ്റ് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിംഗ് റാക്കൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്ന ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കുക. അല്ലാതെ നോക്കി കഴിഞ്ഞാൽ നല്ല വണ്ടിയാണ്. പിന്നെ ഹ്യുണ്ടായി ഞാൻ വേറൊരു വണ്ടി സജസ്റ്റ് ചെയ്യില്ല. ഈ ഗെറ്റ്സൊക്കെ ഉണ്ട്, ഗെറ്റ്സൊക്കെ നല്ല മൈലേജ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. ഒരു പെട്രോൾ ടാങ്കൊക്കെ അല്ലെങ്കിൽ പെട്രോൾ പമ്പൊക്കെ മേടിച്ച് വെക്കേണ്ട അവസ്ഥ വരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ഈ പറഞ്ഞ പോലെ പാർട്സ് അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആക്സിഡൻ്റ് ഒക്കെ കിട്ടും, ആക്സിഡൻ്റ് ഒന്നും എടുക്കാതിരിക്കുക. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സ്പെയർ പാർട്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹ്യുണ്ടായിൽ വേറൊരു വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പറഞ്ഞ പോലെ സാൻഡ്രോ നല്ല വണ്ടിയാണ്, എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ്. ഈ പറഞ്ഞ ഓൾട്ടോയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് സാൻഡ്രോ, നല്ല വണ്ടിയാണ്. പിന്നെ പറയാൻ പറ്റുന്നൊരു ബ്രാൻഡാണ് ഷെവർലെ. ഷെവർലയിൽ ഞാൻ ഒരു വണ്ടി മാത്രമേ ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്തിട്ടുള്ളൂ, അത് ഷെവർലെ ബീറ്റാണ്. ബീറ്റ് പെട്രോൾ വേരിയൻ്റാണ്, ഡീസൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഡീസലിന് പറഞ്ഞ പോലെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്.
അത് വലിയൊരു തലവേദനയാണ്. കാരണം ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് ആവും, നല്ല എക്സ്പെൻസ് ആവും. അതുകൊണ്ട് ഡീസൽ ഒഴിവാക്കുക, ബീറ്റ് പെട്രോൾ എടുക്കുക, നല്ല വണ്ടിയാണ്. പക്ഷേ അതേപോലെ പലരും പറയുന്നൊരു വണ്ടിയാണ് സ്പാർക്ക് എടുക്കാമെന്നൊക്കെ പലരും പറയും. പക്ഷേ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ് ഈ പറഞ്ഞ പോലെ സ്പാർക്ക്. നല്ല 4 പവർ വിൻഡോ ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, സെൻട്രൽ ലോക്ക് ഉണ്ടാവും, AC നല്ല AC ആണ്. ഈ പറഞ്ഞ പോലെ ഫീച്ചർ റിച്ച് ആണ് ആ വണ്ടി. പക്ഷേ പാർട്സിൻ്റെ പ്രശ്നമാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്ന വണ്ടി AC സർവീസിനായിട്ട് ഒരു സർവീസ് സെൻ്ററിൽ പോയി ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെ എൻ്റെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് കിടന്നൊരു സ്പാർക്കായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നം. അങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിക്കുമല്ലോ എന്താണ് ഇങ്ങനെ നമ്മൾ നോക്കും. അപ്പോൾ അതിന് AC കംപ്രസറിൻ്റെ പ്രശ്നമായിട്ട് വന്നായിരുന്നു. അപ്പോൾ AC കംപ്രസർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് AC കംപ്രസറൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, കുറച്ചാണ് ചേട്ടൻ AC ഇല്ലാണ്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ് പറഞ്ഞത് ആ വണ്ടി. പിന്നെ എവിടെന്നെങ്കിലൊക്കെ സെക്കൻഡ് ഹാൻഡ് കിട്ടുകയാണെങ്കിൽ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ പോലെ സ്പെയർ പാർട്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പാർക്ക് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ എടുക്കാം. പക്ഷേ ഒരു സാധാരണക്കാരൻ ഫസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പാർട്സിനൊക്കെ വേണ്ടി അലഞ്ഞെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡാർക്ക് പരിപാടിയാണ്. അതുകൊണ്ട് മാക്സിമം സ്പാർക്ക് ഒഴിവാക്കുക. വേണമെങ്കിൽ സ്പാർക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ സജസ്റ്റ് ചെയ്യില്ല, വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു വണ്ടിയാണ് സ്പാർക്ക്. പിന്നെ ഒരു സെനാരിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 1-1.25 ബഡ്ജറ്റൊക്കെ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഒരു വലിയ വണ്ടിയാണ്, കാരണം നിങ്ങളുടെ ഫാമിലി ഇത്തിരി വലുതാണ്. അപ്പോൾ 7 പേരൊക്കെ ആയിട്ട് സ്ഥിരം യാത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ടൊയോട്ട ക്വാളിസ് ആണ്. നല്ല വണ്ടിയാണ്. ടൊയോട്ടയുടെ എഞ്ചിൻ അറിയാലോ, മുറി കൂടിയാൽ തിരിച്ചു വരുന്ന രനമാണ് ടൊയോട്ടയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം ആ വണ്ടി കിട്ടിയാൽ മുതലാണ്. 1 ലക്ഷം താഴെ കിട്ടിയാൽ മുതലാണ്. കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1-1.10 ആ വണ്ടി ഞാൻ പല ഷോറൂമിലും കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നല്ല വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടി വണ്ടി കിട്ടിയാൽ ബോണസാണ്. കിട്ടിയാൽ നല്ല ലോട്ടറി എന്നൊക്കെ പറയാം. കാരണം ഒരു എഞ്ചിൻ റീബിൽഡൊക്കെ കഴിഞ്ഞാലും 3-4 ലക്ഷം കിലോമീറ്ററൊക്കെ പിന്നെ ഓടാൻ പറ്റുന്ന വണ്ടിയാണ് ഈ പറഞ്ഞ ടൊയോട്ട ക്വാളിസ്. പിന്നെ അതേ റേഞ്ചിൽ തന്നെ ഷെവലെറ്റിൻ്റെ ടവേരയുണ്ട്. പക്ഷേ ടവേരയെക്കാളും പാർട്സും അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ടൊയോട്ട തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ടൊയോട്ട ക്വാളിസ് നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ആവശ്യത്തിനാണെങ്കിൽ. പിന്നെ നേരത്തെ പറഞ്ഞ സെഡാൻ്റെ കാറ്റഗറിയിലേക്ക് വേറൊരു വണ്ടി കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് വേറെ ഒന്നുമില്ല, റെനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലോഗൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ റെനോ ആയതുകൊണ്ട് അത്യാവശ്യം സർവീസും പാർട്സും ഒക്കെ അവൈലബിലിറ്റി കിട്ടും. അതേ വണ്ടി തന്നെ മഹീന്ദ്ര ഇറക്കിയിട്ടുണ്ട്, മഹീന്ദ്രയുടെ ബെറീറ്റോ എന്ന് പറഞ്ഞ മോഡൽ. പക്ഷേ മഹീന്ദ്രയെക്കാളും നല്ലത് റെനോ തന്നെയാണ്, കുറച്ചും കൂടെ പാർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും. പല ടാക്സിക്കാരും ഓടിക്കുന്ന വണ്ടിയാണ് റെനോ ലോഗനും മഹീന്ദ്ര ബെറീറ്റോയും. പക്ഷേ ഞാൻ പറഞ്ഞ സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ നല്ലത് റെനോ ആണ്. അതുകൊണ്ട് റെനോ ലോഗനൊക്കെ കൺസിഡർ ചെയ്യാവുന്നൊരു മോഡലാണ്. പിന്നെ ഈ ലിസ്റ്റിൽ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോർഡ് ഫിയസ്റ്റയാണ്. ഫോർഡ് ഫിയസ്റ്റ പെട്രോൾ, ഡീസലല്ല. ഡീസലിന് ഈ പറഞ്ഞ പോലെ ബീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു ഇഞ്ചക്ടറിന് തന്നെ 10,000 രൂപ വരും. അപ്പോൾ 4 ഇഞ്ചക്ടർ ഉണ്ട്, അത് മൊത്തം മാറി വയ്ക്കുമ്പോൾ ഒരു 19,000 രൂപ അടുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഡീസലിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഫിയസ്റ്റ പെട്രോൾ എടുക്കാം. പെട്രോൾ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. 1.4 പെട്രോൾ ഉണ്ട്, 1.6 പെട്രോൾ ഉണ്ട്. 1.6 എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഒക്കെ കൂടുതലായിരിക്കും, പിന്നെ ഈ പറഞ്ഞ മൈലേജും പറ്റ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെട്രോൾ 1.4 എടുക്കാതിരിക്കും നല്ലത്. അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ പെട്രോളും കുറച്ചേ കുടിക്കുള്ളൂ, ഇൻഷുറൻസും കുറവായിരിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് ഓടിച്ചുകൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നല്ല ഡ്രൈവിംഗ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് പേഴ്സണലി, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിലെ ഒരാൾക്കും ഉണ്ട്. അതുകൊണ്ട് വണ്ടി നല്ല വണ്ടിയാണ്, കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഫോർഡിൽ വേറെ വണ്ടികൾ ഐക്കൺ ഉണ്ട്, പക്ഷേ ഐക്കൺ എടുക്കാതിരിക്കാൻ നല്ലത്. സ്പെയർ പാർട്സ് അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഐക്കണിലേക്ക് പോകാതിരിക്കുക, ഫിയസ്റ്റ് എടുക്കുക. പിന്നെ അവസാനമായിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കുന്ന വണ്ടി എന്ന് പറയുന്നത് സെഡാൻ കാറ്റഗറി തന്നെയാണ്, ഹോണ്ട സിറ്റി ടൈപ്പ് 2. അതായത് ഈ ഡോൾഫിൻ എന്നൊക്കെ പലരും വിളിക്കുന്ന ഒരു മോഡലുണ്ട്, ഈ പിക്ചറിൽ കാണിക്കുന്ന പോലത്തെ. ഈ ഒരു വണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ലൊരു വണ്ടിയാണ്, ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റിന് മുമ്പുള്ളൊരു വെർഷൻ ഉണ്ട്, അത് പലരും മോഡിഫൈ ചെയ്യാനൊക്കെ എടുക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടി ഇതാണ്. ഇപ്പോഴും സർവീസും പാർട്സൊക്കെ കിട്ടും. ഹോണ്ടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സർവീസാണ്. ഇതുവരെ പ്രശ്നമൊന്നും ആരും പറഞ്ഞിട്ടില്ല. നല്ല സർവീസാണ്, നല്ല പാർട്സും കിട്ടും, സർവീസും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോണ്ടയുടെ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൊയോട്ടയ്ക്ക് ഡീസൽ എഞ്ചിൻ എങ്ങനെയാണോ അതുപോലെയാണ് ഹോണ്ടയ്ക്ക് പെട്രോൾ എഞ്ചിൻ. ഹോണ്ടയുടെ ഡീസൽ എഞ്ചിൻ ശോകമാണ്, പക്ഷേ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അവർ പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചൊരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത്രയും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ പറഞ്ഞ ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് ഞാനതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് വരാം. വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞു നാനോ എടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എടുക്കാൻ ശ്രദ്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമില്ല, ഈ നാനോയുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് അതിൻ്റെ തുരുമ്പാണ്. അതായത് ഈ ബോണറ്റിൻ്റെ ഉള്ളിൽ മൂലയ്ക്കൊക്കെ ആയിട്ട് തുരുമ്പ് വരും, പിന്നെ അതിൻ്റെ അടിയിലുള്ള ഫ്ലോറിലൊക്കെ ആയിട്ട് റണ്ണിങ് ബോർഡിലൊക്കെ തുരുമ്പ് വരും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാനോനെ സംബന്ധിച്ച്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് അതിൻ്റെ തുരുമ്പ് അങ്ങനെ ഇത്രയും പ്രശ്നം വരുന്നത്, വേറൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടും. ഈ മാരുതി 800ഉം നാനോ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഓടിക്കാനും കുറച്ചും കൂടെയൊക്കെ യാത്ര ചെയ്യാനൊക്കെ സുഖം നാനോ തന്നെയാണ്. കുറച്ചും കൂടെ ഹൈറ്റുള്ള മോഡലാണ്. നല്ല സ്പേസാണ് അതിൻ്റെ ഉള്ളിൽ, കാണുന്ന പോലെ അല്ല, പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, നല്ല സ്പേസാണ് നാനോയുടെ ഉള്ളിൽ. അത് യാത്ര ചെയ്യാത്തവരായിരിക്കും ചിലപ്പോൾ നാനോനെ കുറ്റം പറയുക. നല്ല സ്പേസാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പെയർ പാർട്സ് കിട്ടും, പക്ഷേ മാരുതി 800 കമ്പയർ ചെയ്യുമ്പോൾ അത്ര ചീപ്പല്ല ഈ പറഞ്ഞ നാനോയുടെ സ്പെയർ പാർട്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സർവീസിൻ്റെ കാര്യത്തിലാണ്. സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ അവൈലബിലിറ്റി നല്ലപോലെ കിട്ടും. പക്ഷേ ഈ സർവീസിന് ചെല്ലുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ നാനോൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് റിയർ സൈഡിലാണ്, ബാക്കിലാണ് അതിൻ്റെ എഞ്ചിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൽ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ ഡിക്കി തുറക്കാൻ പറ്റാത്ത പ്രശ്നം. അപ്പം സർവീസ് ചെയ്യണമെങ്കിൽ ഈ ബാക്ക് ഡോർ തുറന്ന് സീറ്റൊക്കെ ഫുൾ അഴിച്ചിട്ട് വേണം സർവീസ് ചെയ്യാൻ. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ AC ഫാൻ ബെൽറ്റ് മാറണമെങ്കിൽ പോലും, ഇപ്പോൾ ഈ ഫാൻ ബെൽറ്റ് ഇതാണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് പാർട്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൻ ബെൽറ്റ് അഴിക്കണമെങ്കിൽ പോലും ഈ പാർട്സ് ഒക്കെ ആദ്യം അഴിച്ച് മാറ്റിയിട്ട് വേണം ഈ ഫാൻ ബെൽറ്റ് പോലും അഴിച്ച് മാറണമെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിന് പോലും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പല മെക്കാനിക്സും ഈ പറഞ്ഞ പോലെ നാനോ ആണ് സർവീസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് മടി കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു മോഡലാണ്, കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർവീസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു മോഡലാണ് ഈ പറഞ്ഞ പോലെ ടാറ്റ നാനോ എന്ന് പറയുന്നത്. നന്നായിട്ട് കൈ തെളിയാനാണെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് ഫാമിലി യൂസിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് നാനോ എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു നാനോയെക്കുറിച്ച് ഞാൻ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നായിരിക്കും. കാരണം ഞാൻ മാക്സിമം സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ മെക്കാനിക്കോട് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ അറിവുകളും പിന്നെ എൻ്റെ പരിചയത്തിലുള്ള ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള വണ്ടികളും ആഡ് ചെയ്യാത്ത വണ്ടികളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഓണേഴ്സ് എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പല വണ്ടികളും ആഡ് ചെയ്തതും ആഡ് ചെയ്യാതിരുന്നതും. അപ്പോൾ അത്യാവശ്യം നല്ല എഫേർട്ട് ചെയ്ത വീഡിയോ ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ അതുപോലെ കോപ്പി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. നല്ല ജെന്യുവനായിട്ട് എഫേർട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്ത പോയ ഏതെങ്കിലും വണ്ടികൾ നല്ല വണ്ടികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൊരു വീഡിയോ. അടുത്ത ഏതെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.